Welcome to Vivel Kail Oru Kodi. Are you ready? Powered by Josco Jewelers. നീണ്ടു കിടക്കുന്ന റെയിൽ പാതകൾ കാണുമ്പോൾ അവ എവിടെയെങ്കിലും കൂട്ടിമുട്ടുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് കൂട്ടിമുട്ടുന്നേ ഇല്ല. രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ജീവിതം, അല്ലേ? ഇവിടെ 1 കോടി രൂപ നിങ്ങൾക്കായി നാം കാത്തുവച്ചിരിക്കുന്നു. ഇന്ന് ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ അടുത്ത മത്സരാർത്ഥികൾ വരാൻ പോവാണ്. They are Sebastian and Sushma from Taliparamba. Let's welcome them. Welcome, Sushma. Wow. Welcome. പറയൂ, നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് ആണോ? ഹസ്ബൻഡ് വൈഫ് ആണ്. ഓക്കെ. തളിപ്പറമ്പിൽ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ സ്വന്തമായ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു ഡോക്ടറാണ് ഞാൻ. ഓക്കെ. ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഹോളിസ്റ്റിക് ചികിത്സ. എങ്ങനെയാണ് ഹോളിസ്റ്റിക് ചികിത്സ ചൂസ് ചെയ്തത്? അത് പല രീതിയിലും എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാണ് ഹോളിസ്റ്റിക്കില് വരുന്ന സർവീസസ്? എന്തൊക്കെയാണ്? സുജോക്ക് അക്യുപഞ്ചർ ഉണ്ട്. ഓ, സുജോക്ക് അക്യുപഞ്ചർ. അത് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, ഐ മീൻ കുറെ ആൾക്കാർ ഇതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ കേരളത്തില്? സാധാ അക്യുപഞ്ചർ അല്ല, സുജോക്ക് അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഒരു കൊറിയൻ ട്രീറ്റ്മെന്റ്. അതെങ്ങനെയാണ്? ഹൗ ഇസ് ഇറ്റ് ഡൺ? അത് പാം ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കൈപ്പത്തി മാത്രമാണ് ഉപയോഗിക്കുന്നത്. നന്നായി കേട്ടിട്ടുണ്ട്. നീഡിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കൈപ്പത്തി കാൽപ്പത്തി മാത്രമേ വേണ്ടൂ. ശരീരത്തിന്റെ ഏത് അവയവത്തിന്റെ തകരാറുകൾ മാറ്റുന്നതിന് അത് മാത്രമാണ് കേട്ടിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിന്റെയും നെർവ് എൻഡിങ്സ് ഹാൻഡിൽ ആണ്. ഓരോ എനിക്ക് തോന്നുന്നു ഓരോ ദശയ്ക്കും ഓരോ പോയിന്റ് ഒക്കെ ഉണ്ട് അല്ലേ? എല്ലാ ഭാഗത്തിനും പ്രത്യേകം പോയിന്റുകളുണ്ട്. അതെല്ലാം ഓരോ ആളുകളുടെയും കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ഈ ശബ്ദം പോയി കിടക്കുക, അത് ശരിയാക്കി തരാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. പറഞ്ഞിരിക്കുകയാണോ? ഓൾ റൈറ്റ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഏറ്റവും വലിയ ഡ്രീം? പ്രത്യേകിച്ച് ഇപ്പം ഡ്രീം ഒന്നും ഇല്ല. കിട്ടിയതിന് ശേഷം എത്ര കിട്ടുന്നു എന്നനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. സോ കാൽക്കുലേറ്റീവ് അപ്രോച്ച് ആയിരിക്കോ ടുവേർഡ്സ് ഗെയിം ഓൾസോ? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഇല്ല. ഏറ്റവും കൂടുതൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു എപ്പിസോഡിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതേ ഡെഡിക്കേഷനോടെ ലെറ്റ്സ് സീ ഇഫ് ഈ 1 കോടി രൂപ നിങ്ങളുടെ സ്വന്തമാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കോടീശ്വരന്മാരാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ. കോടീശ്വരന്മാരാണ്. യെസ്, കോടീശ്വരന്മാരാണ്. Our prize money is sponsored by Dhatri. 1 കോടി രൂപ വിത്ത് യു. എൻ്റെ കയ്യിൽ 7 ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഒരു ആൻസർ ഓപ്ഷൻ ഫ്രീ ആക്കി വെക്കുക. വളരെ കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഒരു ആൻസറിൽ വെക്കാം, മറിച്ചാണെങ്കിൽ പ്ലീസ് സ്പ്ലിറ്റ് ചെയ്ത് വെക്കൂ. ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുക. ഓരോ ചോദ്യങ്ങൾക്കും കറക്റ്റായ ആൻസർ വെക്കാനുള്ള സമയം 60 സെക്കൻഡ്സ് ആണ്. ശരിയായ ഉത്തരത്തിന്റെ മുകളിലുള്ള തുക അടുത്ത ചോദ്യത്തിലേക്ക്, ബാക്കിയുള്ള amount will not be there. തെറ്റായ ഉത്തരത്തിന് മുകളിലുള്ള തുക will not be there. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ ടേബിൾ. 1 കോടി ഉണ്ട്. ഗെയിം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 7 ചോദ്യങ്ങളാണ് ടോട്ടൽ. ആദ്യത്തെ ചോദ്യം കാണാൻ പോകുന്നു. Are you ready to play? Yes, ready. You are ready. Ready? Okay. Let's play Vivel Kail 1 കോടി. Are you ready? ഓരോ ചോദ്യങ്ങൾക്കും 2 കാറ്റഗറീസ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി ഫോർ ദ കാറ്റഗറീസ്? ഓക്കെ. ആദ്യത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആ വ്യക്തികൾ, ജനങ്ങൾ. ജനങ്ങളാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, വ്യക്തികളാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് നോക്കാം. ആരോഗ്യ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ധനമന്ത്രാലയം, തൊഴിൽ ഗതാഗത മന്ത്രാലയം. ചോദ്യം എന്താ നോക്കാം. ആദ്യ കേരള മന്ത്രിസഭയിൽ സി അച്യുതമേനോൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ്. ആൻസർ ഓപ്ഷൻസ് വീണ്ടും. ആരോഗ്യ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ധന മന്ത്രാലയം ആൻഡ് തൊഴിൽ ഗതാഗത മന്ത്രാലയം. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചു. 50 seconds remaining.
40 seconds remaining. തോന്നുന്നില്ല. അതാണ് ഞാൻ അവിടെ 30 seconds remaining. നോക്കാം. അവിടെ വെക്കട്ടെ. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് രണ്ടുമല്ല. രണ്ടുമല്ല. Sure. ഉറപ്പ്. ആ ഷുവർ ഇത് രണ്ടുമല്ല. 20 seconds remaining. ഓക്കെ 8, 7. ശരിയാണ്. Time over. ആരോഗ്യ മന്ത്രാലയത്തിൽ ഒന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നത്തിങ് അഗൈൻ. ധനമന്ത്രാലയത്തിൽ 46 ലക്ഷം. തൊഴിൽ ഗതാഗത മന്ത്രാലയത്തിൽ 54 ലക്ഷം. ക്വിക്ക് ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രാ 30 seconds to rearrange your money. ഒരു പ്രാവശ്യം ഉപയോഗിക്കുക ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ 1 and 6. ഇപ്പോൾ വേണോ വേണ്ടയോ? ഒന്ന് നോക്കിക്കേ. യെസ് ഓർ നോ? Yes or no? യെസ് ഓക്കെ, വേണമാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം സ്റ്റാർട്ട്സ് നൗ. 30 seconds. നോ പ്രോബ്ലം. ഇവിടെ വെക്കാം. അത്ത. 20 seconds. 10. അത്ത വിദ്യാഭ്യാസം നോക്കുമ്പോൾ നോ പ്രോബ്ലം. ഇത് കുഴപ്പമില്ല. ഡോക്ടർ ശരിയാണ്. മറ്റേതൊരു ഡോക്ടറാണ് ഇത്. ക്വിക്ക് ചേഞ്ച് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുകയാണ്. യു മേഡ് എ സ്മോൾ ചേഞ്ച് ഇൻ ഇറ്റ്. ആരോഗ്യ മന്ത്രാലയത്തിൽ ഇപ്പോഴും ഒന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും ഒന്നുമില്ല. ധനം മന്ത്രാലയത്തിൽ ഇപ്പോഴും 32 ലക്ഷമാണുള്ളത്. അതിൽ നിന്ന് കുറച്ച് തുക അടുത്ത ആൻസർ ഓപ്ഷനിൽ മാറ്റി വെച്ചിരിക്കുന്നു. തൊഴിൽ ഗതാഗത മന്ത്രാലയത്തിൽ ഇപ്പോഴും 68 ലക്ഷം. ഇങ്ങനെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്യാൻ തോന്നി. അത് എന്തുകൊണ്ട് ഇതേ തീരുമാനം ആദ്യത്തെ 60 സെക്കൻഡിൽ എടുത്തില്ല? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്തായാലും തൊഴിൽ ഗതാഗത ആൻസർ മന്ത്രാലയത്തിൽ ഇതാണ് ശരിയെന്ന് കൂടുതൽ തോന്നി. കൂടുതൽ തോന്നി. തോന്നുന്നു. അപ്പൊ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചു. Yes. അതിനി അടുത്ത ചോദ്യത്തിൽ ആവശ്യം വന്നാലോ? വരരുത് വരരുത്. വരരുത്. ആദ്യം ഇവിടുന്ന് വെച്ച് തുടങ്ങാം അല്ലേ? അതെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യ കേരള മന്ത്രിസഭയിൽ സി അച്യുത മേനോൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏത്? അതാണ് ചോദ്യം. ആരോഗ്യ മന്ത്രാലയത്തിൽ ഒന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഒന്നുമില്ല. ധനമന്ത്രാലയത്തിൽ ഇപ്പോൾ 32 ലക്ഷം. തൊഴിൽ ഗതാഗത മന്ത്രാലയത്തിൽ 68 ലക്ഷം. റെഡിയാണോ അറിയാൻ? റെഡിയാണ്. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. മുന്നോട്ട് വരൂ. ഓരോ ഓപ്ഷനിലും കൂടെ മണി സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇത് രണ്ടും ശരിക്കും നിങ്ങൾ അല്ല എന്നാണോ അതാണ് വിശ്വസിക്കുന്നത്? ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ. ഓക്കെ, ടോപ്പ് ഓർ ഡ്രോപ്പ്? കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോ പ്രോബ്ലം. 32 lakhs മതി 7 റൗണ്ടിലെത്താൻ. ദുഃഖമില്ല. ദുഃഖമില്ല. ഇല്ല. 68 ലക്ഷം രൂപയാണ് പോയത്. 32 ലക്ഷമുണ്ട്. ബിഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ കൈകൊട്ടിക്കളി, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി തെയ്യം ആൻഡ് ഓപ്ഷൻ ഡി കഥകളി. ചോദ്യത്തിന് ഇനി സമയമായിട്ടില്ല. രണ്ടാമത്തെ ചോദ്യത്തിനേക്കുള്ള കാറ്റഗറീസ് അറിയുന്നതിന് മുമ്പേ ഗെയിം പൊസിഷൻ ഇതാണ്. ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ 68 ലക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. 32 ലക്ഷം ഇപ്പോഴും കയ്യിലുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത്. ഈ ഗെയിം ഷോയിലോട്ട് വരാൻ SMS അയച്ച ആരാണ് ആദ്യം? ആണ്. അതെ. വെറുതെ ഒരു കൈ നോക്കിയതാണോ? കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഒരു ഷോയിൽ പങ്കെടുക്കുക എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം. അത് താല്പര്യം ഉണ്ടായിരുന്നു. സെലക്ഷൻ കിട്ടിയതിൽ സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. ഇപ്പോഴും സന്തോഷിക്കുന്നു. Alright. രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നോക്കാം. അത്ലറ്റിക്സ് ആൻഡ് ക്രിക്കറ്റ്. രണ്ടും നമുക്ക് പറ്റിയ സബ്ജക്റ്റ് അല്ല, എങ്കിലും അത്ലറ്റിക്സ് എടുക്കാം. അത്ലറ്റിക്സ് എടുക്കാം. അത്ലറ്റിക്സ് ആണോ? അതെടുക്കാം അല്ലേ? ഓക്കെ, അത്ലറ്റിക്സ് ആണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ്:
JJ ശോഭ, MA പ്രജുഷ, മയൂഖ ജോണി, അഞ്ജു ബോബി ജോർജ്. ചോദ്യം ഇതാണ്, ഇവരിൽ ആരാണ് ട്രിപ്പിൾ ജമ്പിൽ ആദ്യമായി 14 മീറ്റർ കടമ്പ കടന്നത്? ഇതാണ് ചോദ്യം. JJ ശോഭ, MA പ്രജുഷ, മയൂഖ ജോണി ആൻഡ് അഞ്ജു ബോബി ജോർജ്. പരസ്പരം കെയർഫുള്ളി ആലോചിച്ച് തീരുമാനിക്കൂ പ്ലീസ്. ജോണി ആയിരിക്കാൻ സമയം ആരംഭിച്ചിരിക്കുന്നു. അതിലൊരു പകുതി വെക്കാം. 32 ലക്ഷം വെച്ച് തുടങ്ങിക്കോളൂ. ലോങ് ജമ്പ് വന്നു അല്ലേ? Yeah. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വെച്ചാൽ അവിടെ 50 seconds remaining. വെക്കത്തില്ല. മൂന്നൊക്കെ വെക്കാലോ. മൂന്നിടത്ത് വെക്കാം. 40 seconds remaining. വെക്കുന്നു. JJ ശോഭ കേട്ടിട്ടില്ല, കേട്ടിട്ടില്ല, അഞ്ജു ബോബി ജോർജ്. JJ ശോഭയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ഔട്ട്. 30 seconds remaining. ഇത് മയൂഖ. അല്ലേ? Yeah. അയ്യോ, 20 seconds left. അത് ആയിരിക്കുമല്ലോ അല്ലേ ശോഭ? ഇല്ലാന്ന് നീ പറഞ്ഞു. ഇത് നമുക്കൊരു ഷുവർട്ടി ഇല്ല. ദശമിക്ക് 10, 9. JJ ശോഭയിൽ ഒന്നുമില്ല, MA പ്രജുഷയിൽ 10 ലക്ഷം, മയൂഖ ജോണിയിൽ 12 ലക്ഷം ആൻഡ് അഞ്ജു ബോബി ജോർജ് 10 lakhs. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇല്ല. ഇറ്റ് ഈസ് യൂസ്ഡ്. എന്ത് പറയുന്നു? ഇത് യെസ്, guess ആ. ഒന്നും പറയാനില്ല. Guess ആണ്. ഗസ് വർക്കാണ്. JJ ശോഭ ഒഴിവാക്കിയതിൽ വല്ല കേട്ടിട്ടില്ല. ഒരു റീസൺ ഉണ്ടോ? കേട്ടിട്ടില്ല. ബാക്കി 3 ഓപ്ഷൻസ് കേട്ട പേരുകളാണോ? പേര് കേട്ടിട്ടുണ്ട്. നോക്കാം, നോക്കാം. മുന്നോട്ട് വരും. JJ ശോഭയിൽ ഒന്നുമില്ല, MA പ്രജുഷ 10 ലക്ഷം, മയൂഖ ജോണി കുറച്ചും കൂടെ ശരിയായ ഉത്തരം എന്ന് തോന്നുന്നു, അതുകൊണ്ട് 12 ലക്ഷം അതിലാണുള്ളത്. അഞ്ജു ബോബി ജോർജ് 10 ലക്ഷം വെച്ചിരിക്കുന്നു. നോക്കാം. ഓക്കെ, ടോപ്പ് ഓർ ഡ്രോപ്പ്? ഡ്രോപ്പിന് മുൻപേ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. വിവൽ, കയ്യിൽ ഒരു കോടി. ആർ യു റെഡി ഓൺ എ ബ്രേക്ക്? വെൽക്കം ബാക്ക് ടു വിവൽ, കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജ്വല്ലേഴ്സ്. ബ്രേക്കിന് മുമ്പേ സെബാസ്റ്റ്യനും സുഷ്മയ്ക്കും കിട്ടിയ ചോദ്യം ഇതായിരുന്നു, ഇവരിൽ ആരാണ് ട്രിപ്പിൾ ജമ്പിൽ ആദ്യമായി 14 മീറ്റർ കടമ്പ കടന്നതെന്ന്. ആൻസർ ഓപ്ഷൻസ് ഇതായിരുന്നു: JJ ശോഭ, MA പ്രജുഷ, മയൂഖ ജോണി ആൻഡ് അഞ്ജു ബോബി ജോർജ്. മയൂഖ ജോണി എന്ന ആൻസർ ആണ് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയി തോന്നുന്നത് എന്ന് തോന്നുന്നു, അതുകൊണ്ട് 12 lakhs അതിലാണ് വെച്ചിരിക്കുന്നത്. JJ ശോഭയിൽ ഒന്നുമില്ല, MA പ്രജുഷയിൽ 10 ലക്ഷം, അഞ്ജു ബോബി ജോർജിലും 10 ലക്ഷം. ഗസ് വർക്ക് ആയിരുന്നു എന്ന് പറയുന്നു. നമുക്ക് നോക്കാം ആഫ്റ്റർ ദ ഡ്രോപ്പ്. അത്ലറ്റിക്സ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ 100 മീറ്റേഴ്സും ഇങ്ങനത്തെ ഹൈ ജമ്പും ഇതൊക്കെ കാണാറുണ്ടോ? ഇല്ല, ഈ രണ്ട് സബ്ജക്റ്റും രണ്ട് തീരെ subject ഉം താല്പര്യമില്ലാത്ത. തീരെ ഒട്ടും കാഴ്ച കുറവാണ്. ശ്രദ്ധിക്കാത്തത്. ക്രിക്കറ്റ് കൂടുതൽ സമയമുള്ളതുകൊണ്ട് ഇരിക്കല് കുറവാണ്. ക്രിക്കറ്റ് കാണാറില്ല, ഉം. പൊതുവെ കുറവാണ്. അത്ലറ്റിക്സിലും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് സബ്ജക്റ്റും ഇല്ലായിരുന്നു. എന്നാലും വായിച്ചറിവ് എവിടെയെങ്കിലും ചിലപ്പോ കാണുമല്ലോ അല്ലേ? വായിച്ചറിവേ അങ്ങനെയാണ് ഉള്ളൂ. മയൂഖ ജോണി കുറച്ച് അങ്ങനെ ഒരു ഫെമിലിയർ ആയി തോന്നുന്നത്. ഇതിൽ കിട്ടുമെന്ന് ഓർത്തിട്ടാണ് അത്ലറ്റിക്സ് ഇത് ചെയ്തത്. അതിലും പക്ഷേങ്കിൽ ഓപ്ഷൻസ് വന്നപ്പോൾ അത്ര ഒരു നോക്കാം, ഓർമ്മ കിട്ടുന്നില്ല. ഏതായാലും Doubt ആണ്. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് 3 ആൻസർ ഓപ്ഷനിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ പ്രാർത്ഥിക്കേണ്ടത് JJ ശോഭ കറക്റ്റ് ആൻസർ അവരുത്. ആവരുത് എന്ന് മാത്രമാണ്. ശരിയല്ലേ? ഓൾറൈറ്റ്, ലെറ്റ് us see. ടോപ്പ് ഓർ ഡ്രോപ്പ്? ടെൻഷൻ അടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ JJ ശോഭ ഡ്രോപ്പ് ആയില്ല, മയൂഖ ജോണിയും ഡ്രോപ്പ് ആവാതെ 12 ലക്ഷവും ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. ലെറ്റ് us see. 12 ലക്ഷം അല്ലെങ്കിൽ
ഒന്നും ഇല്ല. ടോപ്പ് ഓർ ഡ്രോപ്പ്? കിട്ടിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ല മയൂഖ ജോണി. ഓക്കെ, നിങ്ങളുടെ ഊഹം ശരിയായിരുന്നു. മയൂഖ ജോണി ഇസ് ദ റൈറ്റ് ആൻസർ. ഊഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മാത്രമേ സംശയമില്ല. ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഒരു ഊഹം മാത്രമേ ഒരു ഉണ്ടായിരുന്നുള്ളൂ. സംശയം പോലും ഇല്ലായിരുന്നു. 2011 ചൈനയിൽ വുജിയാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഏഷ്യൻ GP സീരീസിലാണ് മയൂഖ ജോണി ട്രിപ്പിൾ ജമ്പിൽ കടമ്പ കടന്നത്. 12 ലക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം മാത്രമേ കഴിഞ്ഞുള്ളൂ. 1 കോടിയിൽ നിന്ന് 12 ലക്ഷത്തിലേക്കുള്ള ഒരു ജമ്പ് വാസ് സോ ക്വിക്ക്. സ്പീഡാണ്. പെട്ടെന്നായിരുന്നു. അതേപോലെ പെട്ടെന്ന് ഇവിടെ പോകാനാണോ പ്ലാൻ? അല്ല. അല്ലല്ലോ, 7ാമത്തെ ചോദ്യം വരെ പോണ്ടേ? ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ഫേവറബിൾ കാറ്റഗറീസ്. അത്രേ പറയാൻ പറ്റുള്ളൂ. 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഗെയിം പൊസിഷൻ നോക്കാം. 5 ചോദ്യങ്ങൾ മാത്രം ബാക്കി. 3ാമത്തെ ചോദ്യമാണ് അടുത്തത്. 12 ലക്ഷം കയ്യിലുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് us have the categories please. പാരമ്പര്യം ഇംഗ്ലീഷ് വാക്കുകൾ. പാരമ്പര്യം സെലക്ട് ചെയ്യും അല്ലേ? പാരമ്പര്യം സെലക്ട് ചെയ്യുന്നു. അല്ലേ? പാരമ്പര്യം. പാരമ്പര്യം. പാരമ്പര്യമാണ് സെലക്ടഡ് കാറ്റഗറി. ലെറ്റ്സ് സീ ദി ആൻസർ ഓപ്ഷൻസ്. മരുമക്കത്തായം, മക്കത്തായം, തറവാട്, സവർണ. ചോദ്യം ഇതാണ്: ആലയ സന്താന എന്ന കാനറീസിലെ സാമൂഹിക വ്യവസ്ഥ മലയാളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും: മരുമക്കത്തായം, മക്കത്തായം, തറവാട്, സവർണ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കുന്നു. മക്കത്തായവും സാമൂഹിക വ്യവസ്ഥയാണ്. തറവാടല്ല, സവർണയല്ല. ഇത് രണ്ടിലൊന്നായിരിക്കണം. മക്കത്തായം മകത്തായവും തെറ്റ് ചെയ്ത് വയ്ക്കാം. ഒന്നുകൂടെ വെക്കണോ? ഒരെണ്ണം വെക്കണോ? അത് 40 seconds remaining. ഇത് വയ്ക്കണം. ഇത് വയ്ക്കേണ്ട അല്ല, ആവശ്യമില്ല. അതിലേതേലും ഒന്നിനോട് വെക്കണോ? തറവാട് സവർണ അത് മലയാളത്തിൽ ഇങ്ങനെ അറിയപ്പെടാൻ സാധ്യതയില്ല. തറവാട് 30 seconds remaining.